നമ്മൾ സൂറത്ത് അൽ കഹ്ഫാണ് അൽ കഹ്ഫ് നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ആഴ്ചയിൽ ഒരിക്കൽ നമ്മളത് ഓതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആശയാർത്ഥങ്ങൾ മനസ്സിലാക്കി ഓതുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളുണ്ടാകും. മാത്രമല്ല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആശയങ്ങൾ ഇതിലുണ്ട് താനും. ഇനി നമ്മൾ പഠിക്കേണ്ടത് 7-8 ആയത്തുകളാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുർസാ. 6-7 ആയത്തുകൾ നമ്മുടെ ഒരു ജീവിത കാഴ്ചപ്പാടിനെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഈ ഒരു വചനം എന്നുള്ളത്. നമുക്കറിയാം, ഇന്നിപ്പോൾ നമ്മൾ പൊതുവേ ചാനലുകളിലൊക്കെ നമ്മൾ ശ്രദ്ധയിൽ വന്നൊരു കാര്യമാണ് ഇപ്പോൾ യാത്ര. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, ലോകത്തെ തന്നെ എല്ലാ സ്ഥലങ്ങളുടെയും പോവുക, അതിൻ്റെ വീഡിയോസ് എടുക്കുക, അത് ആളുകൾക്ക് നൽകുക. ഒരു പക്ഷേ ഏറ്റവും അധികം വ്യൂവേഴ്സുള്ള ഒരു സംഗതി ആയിരിക്കും അത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഓരോ ഭൂപ്രദേശങ്ങളും അവസ്ഥകളും, അതിലെ നദികൾ, അതേപോലെ തന്നെ കടലോരങ്ങൾ, മരങ്ങൾ എല്ലാം വളരെ മനോഹരമാണ് ഈ ഭൂമി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മനുഷ്യന് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വശത്തിന് നമ്മൾ അതിൽ പ്രത്യേകമായി ശ്രദ്ധയൂന്നി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തുക എന്നറിയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ലോകം ഒരാൾ കണ്ടു തീരൂ. ജീവിതത്തിൽ അതൊന്നും തെറ്റാണെന്ന് പറയാനല്ല, പക്ഷേ ഈ ഭൂമിക്ക് മുകളിലുള്ളതിൻ്റെ അലങ്കാരം, സീനത്ത്, ആ സീനത്ത് അതെല്ലാറ്റിലുമുണ്ട്. ഇപ്പോൾ ഒരു മൃഗങ്ങളെ വളർത്തുക, അതിലൊരു ഒരാൾ ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വയ്ക്കുക, കൃഷി ചെയ്യുക, അതിനുവേണ്ടി ഒഴിഞ്ഞു വയ്ക്കുക ജീവിതത്തെ. അതേപോലെ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുക, അതല്ലെങ്കിൽ ചിത്രങ്ങൾ വരയ്ക്കുക, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, ഇങ്ങനെ പലതും ഉണ്ടാവും ഓരോ ആളുകൾക്ക്. അപ്പോൾ സത്യത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും സംവിധാനിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ് ആകർഷണീയത എന്ന് ചോദിച്ചാൽ, അള്ളാഹു അങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചത്. അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു വിശുദ്ധൂനായി പറയുന്നത് ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ. ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിൽ അത് മനുഷ്യന് എന്നുള്ളൊരു വശം അതിലുണ്ട്. അതായത് മനുഷ്യന് വേണ്ടി എന്ന് പറയുന്നൊരു വശം അതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യനുമായൊരു ബന്ധം, അവൻ്റെ താല്പര്യം, അവൻ്റെ ആവശ്യം, അവൻ്റെ പ്രയോജനം, അവൻ്റെ മനസ്സ് എല്ലാം പരിഗണിച്ചു കൊണ്ടുള്ളതാണ് ഇവിടുത്തെ സൃഷ്ടിപ്പ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ സുഹൃത്തുക്കൾക്ക് പറ്റിയ ഒരു അബദ്ധമാണിത്, ഒരു വഞ്ചനയാണിത്. എന്താണെന്ന് വിചാരിച്ചാൽ, ഭൗതികമായ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അതിൻ്റെ താല്പര്യത്തിൽ എന്ത് ചെയ്യുക, അതിലങ്ങോട്ട് മുഴുകിപ്പോവുക, എന്നിട്ട് ജീവിതത്തെ എന്ത് ചെയ്യുക, വിസ്മരിച്ച് കളയുന്ന ഒരു കാര്യം. അത് വളരെ അപകടകരമായ ഒരു സംഗതിയാണത്. മനുഷ്യൻ്റെ ബന്ധം എപ്പോഴും ആരോടായിരിക്കണം? അള്ളാഹുവുമായിട്ട്, യതഅല്ലഖു ബിൽ ഖാലിഖ്, സ്രഷ്ടാവുമായിട്ടായിരിക്കണം നമ്മുടെ ബന്ധം. എല്ലാം സൃഷ്ടാവിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പരിഗണിച്ച് അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ പാലിച്ച് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതിൽ നിന്നുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളതിനെ കാണുക. എന്നാൽ ചില ആളുടെ ജീവിതം യതഅല്ലഖു ബിസ്സീന, അലങ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആകർഷണീയമായി ചിലപ്പോൾ സമ്പത്താവും, അതുകൊണ്ട് സമ്പാദിക്കാനായിട്ട് ജീവിക്കുക. ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, ആ ഒരു വഴിയിൽ മാത്രം പോവുക. എന്താണോ ഈ ഭൂമിയിൽ തന്നെ ആകർഷിച്ചത് അതിൻ്റെ ഒരാളായി മാറുക. എത്രയോ ജീവിതങ്ങൾ, വിലപ്പെട്ട ജീവിതങ്ങൾ, ബുദ്ധിയും ശക്തിയും കഴിവുമൊക്കെ എത്രയോ ആളുകളുടെ ജീവിതം അങ്ങനെ പാഴായി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാമെന്ന ഒരു വസ്തുത നമുക്ക് പറഞ്ഞു തരേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. അത് അള്ളാഹു പറഞ്ഞു തരുന്നതാണ്. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ. അള്ളാഹു പറയാണ്, തീർച്ചയായും ഭൂമുഖത്തുള്ളതിനെ നാം അതിൽ ഒരു അലങ്കാരമാക്കിയിരിക്കുന്നു.
ഭൂമുഖത്തുള്ളതിനെ, ഭൂമിയിൽ എന്തെല്ലാം വസ്തുജാലങ്ങൾ ജീവജാലങ്ങളുണ്ടോ അതിനെയെല്ലാം ഒരു അലങ്കാരമാക്കിയിരിക്കുന്നു നാം എന്നാണ്. അപ്പോൾ ഇതൊരു തിരിച്ചറിവ് നമുക്കുണ്ടാണ്. നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പിക്കുന്ന ഒരവസ്ഥ ഈ ഭൗതിക ജീവിതത്തിലുള്ള വിഭവങ്ങൾക്കുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്ക് എത്ര കണ്ടാലും കൊതി തീരാത്താണ് നമ്മുടെ മക്കളും നമ്മുടെ പേരക്കുട്ടികളും ഒക്കെ, എത്ര കണ്ടാലും കൊതി തീരാത്താണ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു മനസ്സ് അങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ആകർഷണീയത അങ്ങനെയാണ്. അപ്പോൾ അത് ഏത് വഴിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോവാം. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു അലങ്കാരമുണ്ട്, അതെന്നെ ആകർഷിക്കും, എൻ്റെ ശ്രദ്ധ തിരിച്ചും എൻ്റെ ജീവിത ലക്ഷ്യം എന്ത് ചെയ്യും, വിസ്മരിപ്പിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ വല്ല ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുകയും അല്ലെങ്കിൽ കല്യാണത്തിലൊക്കെ പോവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഭക്ഷണമൊക്കെ എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഒരു മനോഹരമായ അവസ്ഥയിൽ ഫ്രൂട്ട്സ് വെച്ചതും ഭക്ഷണം വെച്ചതും അതേപോലെ തന്നെ അത് തീന്മേശയിൽ കൊടുന്ന് വെച്ചതൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയും, ആരും കഴിക്കാതെ വെക്കണം. ആരെങ്കിലും ഒരു കഷ്ണം എടുക്കുന്നതോടുകൂടെ ആ സൗന്ദര്യം മുഴുവനും താറുമാറാവും. അങ്ങനല്ലേ, ഒരു പഴക്കൊല എത്ര മനോഹരമാണെന്ന് അലച്ചൊക്കെ നിങ്ങൾ. പക്ഷെ അതിനൊരു പഴം എടുക്കുന്നതോട് കൂടെ എന്ത് ചെയ്തു, അതിൻ്റെ ആ ഭംഗി നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അത് ആ ഭംഗിക്ക് വേണ്ടിയാണോ? അല്ലല്ലോ, ഭക്ഷിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ആ ഭക്ഷിക്കുന്നത് വരെയേ ഉള്ളൂ അതിൻ്റെ ഒരു ആയുസ്. അതേപോലെ ഈ ഭൂമിയിലെ ജീവിതങ്ങളെല്ലാം മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. ആ അടിസ്ഥാന സൗകര്യങ്ങളെ അള്ളാഹു എന്ത് ചെയ്തു, ആകർഷണീയമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ആകർഷണീയതയിൽ വഞ്ചിതരായി യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് നിങ്ങളെ തെറ്റിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, മനുഷ്യ ജീവിതത്തെക്കുറിച്ച് തന്നെ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു ഇതേ ഒരു പ്രയോഗമാണ് നടത്തിയത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സൃഷ്ടിച്ചത്. അള്ളാഹു ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചത് നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ എന്തിനാണ് ഈ സീനത്ത്, അലങ്കാരം? ലിനബ്ലുവഹും, അവരെ പരീക്ഷിക്കാൻ, ലിയഖ്തബിറഹും, അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുഹൃത്തുക്കൾ, ആ പരീക്ഷണത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. ആ പരീക്ഷണത്തിന് വ്യത്യസ്ത തലങ്ങളുണ്ട്. ഒന്ന്, നമ്മളെന്താ പറയുക, അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ദീനിനെക്കുറിച്ചുമെല്ലാം പൂർണ്ണമായി അശ്രദ്ധരായി, അവിശ്വാസികളായി, ദൈവനിഷേധികളായിട്ട് നമ്മൾ പോവുക. ഇപ്പം എന്തിനാണ് ആളുകൾ ഈ യുക്തിവാദത്തിലേക്കൊക്കെ പോകുന്നത്? എന്തിനാണ്? അവർക്കിപ്പോൾ ഒരു മതപരമായ ജീവിതം കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചില യുക്തിവാദികൾ പോലും എന്ത് ചെയ്യും, പള്ളിയിൽ പോവും, ജുമാക്ക് പോവും. അപ്പോൾ നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ജുമാക്ക് പോകണത്? അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു സിസ്റ്റം അല്ലേ ഇത്. അപ്പോൾ നമ്മൾ അതിന്ന് പുറംതിരിഞ്ഞ് നിന്ന് നമ്മൾ ആളുകളുടെ ഇടയിൽ ഒറ്റപ്പെട്ട് ഒരു വിമർശനത്തിന് വിധേയമായി എന്തിനാണ് ജീവിക്കുന്നത്? ഇതൊന്നും വലിയൊരു പ്രശ്നമല്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് പോയി കൊടുക്കുക. ഞാൻ പറഞ്ഞത്, സാധാരണഗതിയിൽ ഒരു മനുഷ്യനൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏർപ്പാടുകളെ ഇവിടെ മതം അവൻ്റെ പ്രായോഗിക ജീവിതത്തുമായി കണക്ട് ചെയ്ത് പോകാവുന്ന കാര്യങ്ങളുള്ളൂ. എന്നിട്ട് പിന്നെ എന്തിനാ ആളുകൾക്ക് എന്താ അറിയും, അവനവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും ഇഷ്ടങ്ങൾക്കും ആകർഷണങ്ങൾക്കും അനുസരിച്ച് പെരുമാറിപ്പോവാൻ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മതജീവിതം തടസ്സമാണോ എന്ന ചിന്ത. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, യുക്തിവാദത്തിലേക്കും നിരീശ്വരത്വത്തിലേക്കും ദൈവനിശ്ചയത്തിലേക്കും ഒക്കെ എത്തിക്കും. മറ്റു ചില ആളുകൾ എന്താ വെച്ചാൽ ഈ ഭൂമിയിലുള്ള ആകർഷണ മനുഷ്യൻ്റെ ആ ഒരു പരിപൂർണത, ആരാധനകളിലും പ്രവർത്തനങ്ങളിലുമുള്ള പൂർണ്ണതയെ നഷ്ടപ്പെടുത്തും. എങ്ങനെയാണ്? ഇതിനൊക്കെ താല്പര്യം കാണിച്ച് മതപരമായ കാര്യങ്ങളൊക്കെ ആ മിനിമത്തിൽ ഇങ്ങനെ ചെയ്ത് പോവുക. അതല്ല ഏറ്റവും അടിസ്ഥാനപരമായ ആളുടെ താല്പര്യം, അതല്ല. മറിച്ച് എന്താണ്, അതൊക്കെ ഇങ്ങനെ നിർവഹിച്ചു പോവും ആ വിശ്വാസത്തോടു കൂടെ തന്നെ. പക്ഷേ അതൊന്നും പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റത്തില്ല. പള്ളിയിൽ പോകാൻ പറ്റും, നിസ്കരിക്കും, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, മനസ്സിലായില്ലേ? സദക്കകൾ കൊടുക്കും, പക്ഷേ സക്കാത്ത് കൊടുക്കുന്നില്ല. ഒരു പരിപൂർണത പ്രാപിക്കാതെ പോവുക. ഇതും മനുഷ്യൻ്റെ എന്താണ്, ഭൗതികമായ ആകർഷണീയതകളെ കൊണ്ട് മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്ന, പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു വശമാണ് ഇതൊക്കെ. അതുകൊണ്ട് എന്തായാലും ജീവിതവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ ശീലിച്ച വ്യവസ്ഥാപിതമായ നമ്മുടെ ഒരു മതജീവിതത്തെ, അള്ളാഹുവുമായുള്ള ബന്ധത്തെ വിസ്മരിക്കുന്നതിലേക്ക് അത് നമ്മളെ എത്തിക്കാൻ പാടില്ല എന്നാണ്. അതാണ് പറഞ്ഞത്.
ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അയ്യുഹും അഹ്സനു അമല, അവൽ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്ന ആരാന്നറിയാം. അക്സറു അമലല്ല, ഏറ്റവും അധികം പ്രവർത്തനമല്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ പ്രയോഗം ശരിക്കണം, അഹ്സനായിരിക്കണം. ആ ചെയ്യുന്ന അമൽ വളരെ ഡീസൻ്റായിട്ട്, വളരെ അതിൻ്റെ പെർഫെക്ഷനോട് കൂടെ, ഏറ്റവും നല്ല രൂപത്തിൽ, അതിനാണ് പ്രാധാന്യം. ഏതൊരു പ്രവർത്തനവും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ എന്താ സുഹൃത്തുക്കൾ നിരീക്ഷിക്കുന്നത്? നിങ്ങളൊരു ജോലിക്ക് ഒരാളെ വിളിച്ചു, ഒന്ന് പറമ്പൊന്ന് കാട് വെട്ടാൻ വേണ്ടി വിളിച്ചു, ഒന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി വിളിച്ചു. അയാൾ പെയിൻ്റ് അടിച്ചു അല്ലെങ്കിൽ കാട് വെട്ടി, അതാണോ പ്രധാനം? നമ്മളെന്താ നോക്കുക? പെർഫെക്ഷൻ. ഒരാൾ തേങ്ങ ഇടാൻ വന്നാൽ പോലും അയാൾ തേങ്ങ മുഴുവൻ താഴെ വീണമെന്നുള്ളതല്ല. ആ തെങ്ങ് വൃത്തിയാക്കി അത് ബുദ്ധിമുട്ടില്ലാതെ അത് ശരിയായ രൂപത്തിൽ ആ തേങ്ങയൊക്കെ പെറുക്കി ഒരു ഭാഗത്ത് വെച്ച്, അത് എന്തിനുണ്ടല്ലോ ഒരു 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 പൂർണ്ണത. ആ പൂർണ്ണതക്കാണ് പ്രധാനം, ധാരാളം പ്രവർത്തിക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ ഒരു പക്ഷേ എന്തായിരിക്കും നിങ്ങൾ ഒരാൾ സുന്നത്ത് നമസ്കാരങ്ങൾ 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ചിലപ്പോൾ അയാൾക്ക് പ്രതിഫലാർഹം ഒരു 2 റക്അത്ത് ദൃഢബോധ്യത്തോടെ മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുന്നതായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ ലോകത്ത് മുഴുവനും അയാൾ സംഭാവനകളും സദക്കകളും കൊടുക്കുന്നത് നല്ല തന്നെ. പക്ഷേ അത് ഒരു ആവശ്യക്കാരനായ ഒരാളെ കണ്ടെത്തി അയാളുടെ ആവശ്യങ്ങൾ പരിഹരിക്കത്തക്ക വിധത്തിൽ അയാളുടെ അഭിമാനത്തിന് പ്രശ്നം വരാതെ ഭംഗിയായി ഒരു സദക്ക കൊടുക്കുന്നതും സമ്പത്ത് കോടിക്കണക്കിന് രൂപ വാരിക്കോരി ചെരിയുന്നതും ഒരു പക്ഷേ ഈ വ്യവസ്ഥകൾ പാലിച്ച നല്ല പ്രവർത്തനത്തിനായിരിക്കാം കൂടുതൽ സ്വീകാര്യത. അത് വല്ലാത്തൊരു പ്രയോഗമല്ലേ അത്? ശരിക്കും നമ്മളെന്താണ്, അമലുകൾ കൂടുതൽ ചെയ്യുന്നവർ ആരാന്ന് അറിയാനാണ് അള്ളാഹു ഈ നിങ്ങളെ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ല. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അഹ്സനു അമൽ. വേറെ ചില വ്യാഖ്യാനങ്ങൾ അതിന് അഹ്സനു അമൽ ധാരാളം വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അത് അതിൻ്റെ പൂർണ്ണ രൂപത്തിലായോ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. എൻ്റെ നിസ്കാരം ശരിയായോ? എൻ്റെ സ്വതക്ക ശരിയായോ? എൻ്റെ പ്രാർത്ഥന ശരിയായോ? ഒരു ചോദ്യം ഏതൊരു കാര്യത്തിലും ഉണ്ടാകണം എന്നാണ്. പിന്നെ മറ്റൊന്നെന്താ അറിയോ? അത് ഇഖ്ലാസോടു കൂടെ ആയിരിക്കണം, നിഷ്കളങ്കമായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം. അതല്ലേ? ഇപ്പോൾ നമ്മുടെ അയൽവാസിയോട് ബന്ധം പുലർത്തുന്നുണ്ട്, ഭയങ്കരമായ സോപ്പിങ്ങും സംസാരമൊക്കെ. പക്ഷേ എപ്പോഴെങ്കിലും അദ്ദേഹം നമ്മുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ടുള്ളൊരു ഉപദ്രവം, നിങ്ങളുടെ കോഴി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മരത്തിൻ്റെ കൊമ്പ് ഇങ്ങോട്ടേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട്, ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അന്നത്തോടെ തീർന്നു. അത് ഏത് വർഷങ്ങളോളം തുടർന്ന് വന്ന ബന്ധം തീർന്നു. അപ്പോൾ അവിടെ എന്താണ് അയാൾ ആ ബന്ധം പുലരാൻ കാരണം? അദ്ദേഹത്തിൻ്റെ ഒരു പ്രശംസ, അംഗീകാരം, ഇത് നല്ലൊരു അയൽവാസിയാന്ന് പറയാം. അതിലുപരി അയൽവാസിയോടുള്ള കടമ എന്ന് പറഞ്ഞാൽ എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനന്തരാവകാശം അയാൾക്ക് വരുമെന്ന് വരെ ഞാൻ ഭയപ്പെട്ടു എന്ന് പറയണമെങ്കിൽ എത്ര മാത്രമാണത്? അപ്പോൾ അയാൾ എന്തോ ചെയ്തോട്ടെ, ഇതെൻ്റെ ഒരു കടമയാണ്, കർത്തവ്യമാണ് എന്ന നിലക്ക് ആത്മാർത്ഥമായി എത്ര പേർക്ക് തുടരാൻ പറ്റും? അപ്പോൾ അത് വേണം. പിന്നെ മുത്താബഅത്ത് വേണ്ടേ? മുത്താബഅത്തുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണ്ടേ? ഇപ്പോൾ ഒരു നിസ്കാരമാണെങ്കിൽ പോലും അതിൽ ആ തുമഇനീനത്തില്ലെങ്കിൽ പോയില്ലേ സുഹൃത്തുക്കളെ? റുക്കൂ ചെയ്തേ മതില്ല, അവിടെ പോയിട്ടൊന്ന് അടങ്ങണം. സുജൂദ് ചെയ്താൽ മതി, ഒന്ന് അടങ്ങണം. ശരിക്കൊരു സ്പോഞ്ചോ അല്ലെങ്കിൽ ഒരു പരുത്തിയൊക്കെ നിലത്ത് വെച്ചാൽ അതിമങ്ങോട്ട് അമർന്നിട്ട് അതിലൊരു ഇഫക്റ്റ്, അതിൻ്റെ ഒരു ഫലം അതിൽ കാണത്തക്ക വിധത്തിൽ എന്തിങ്ങനെ ശരിക്ക് തലയും നെറ്റിയും മൂക്കൊക്കെ ഒന്ന് വെച്ച് പതിച്ചു വെക്കണം എന്നാണ് ഒരു തുമഇനീനത്ത് വേണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അഹ്സനു അമൽ, അതാണ് അള്ളാഹ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാണ്ട് ഇത് കഴിയുമ്പോഴേക്കും മറ്റോടത്ത് പോകാണ്ട് അവിടെ കട തുറക്കാണ്ട് ഇവിടെ നമ്മുടെ സീനത്തുകൾ നമ്മളെ എന്ത് ചെയ്യാണ്? അമലുകളുടെ പെർഫെക്ഷനെ, അതിൻ്റെ പൂർണ്ണതയെ, അതിൻ്റെ ശരിയായ പ്രവാചകനെ പിൻപറ്റി ചെയ്യുന്നതിനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തടസ്സം നിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ സമൂഹം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ നിസ്കരിക്കാത്തവരല്ല, നോമ്പ് നോൽക്കാത്തവരല്ല, പക്ഷേ അതൊന്നും എന്താണ് അഹ്സനു അമലാക്കാൻ അവർ ശ്രദ്ധിക്കുന്നില്ല. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നത് ആരാണെന്ന് അള്ളാഹ് നമ്മളെ പരീക്ഷിക്കുകയാണ്. എങ്ങനെ പരീക്ഷിക്കുക? നമുക്ക് നല്ല വീട് തന്ന്, നല്ല സൗകര്യം തന്ന്, നല്ല വാഹനം തന്ന്, നല്ല ഭാര്യയെ തന്ന്, നല്ല മക്കളെ തന്ന്, നല്ല ഗൾഫിൽ നല്ല ജോലി തന്ന്, നല്ല ഫ്ലാറ്റ് തന്ന്,
നമ്മളൊക്കെ നല്ലത് അതൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ആരാധനകളെയും ഇസ്ലാമിക ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. ചെറിയൊരു വിരക്തി ദുനിയാവിനോട് വേണമെന്നത് ഇത് മനസ്സിലാക്കാൻ പറ്റും. അലങ്കൃതമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഭൗതിക ജീവിതത്തോട് ഒരു ചെറിയ വിരക്തി, ഒരകലം, ഒരു ഡിസ്റ്റൻസ് നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെട്ടു പോകും. അതിൻ്റെ അർത്ഥം അത് അനുഭവിക്കേണ്ട എന്നല്ല, നമ്മൾ അനുഭവിക്കണം, പക്ഷേ ഒരകലം കാത്തു സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഭൗതിക ജീവിതത്തെ നല്ല നിലയിൽ ഉപയോഗിക്കുക. നമ്മുടെ വാഹനങ്ങൾ നന്മയ്ക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗുണഫലങ്ങൾ. നമ്മുടെ പണം അതിനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അഹ്സനു അമലാണ്. അഹ്സനു അമലാകാത്ത ആളുകളുണ്ട്, അസ്വ അമൽ ചെയ്യുന്ന ആൾക്കാർ. അസ്വ അമൽ എന്താ? ഏറ്റവും മോശം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ അലങ്കാരങ്ങളുടെ വഞ്ചനയിൽപ്പെട്ടുകൊണ്ട് ഏറ്റവും മോശം പ്രവർത്തനം ചെയ്യുന്ന ആളുകളുമുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, ഇനിയിപ്പോൾ ഒരാൾ ഇതൊക്കെ അവഗണിച്ച് മതപരമായ എല്ലാ അതിൻ്റെ മഹത്വങ്ങളെയും അവഗണിച്ച് ഒരാൾ ഈ വഴിക്ക് പോകുക എന്ന് വിചാരിച്ചാൽ എവിടേക്ക് എത്തുക? ഒരാൾ സമ്പാദ്യത്തിൽ താല്പര്യം കാണിച്ച് അതിന് വേണ്ടി മാത്രം, അതിനെപ്പറ്റി ഒരു മിനിറ്റ് വിശ്രമമല്ല, സംസാരമല്ല, എന്താണോ ഒരു തിരക്ക്, എന്താ സുഹൃത്തുക്കളെ, അവർക്ക് ഒന്നിനും നേരല്ല, ഒന്ന് കുളിക്കാൻ സമയമില്ല. അങ്ങനെയൊക്കെ പോണ ആളുകൾ എവിടെയാണ് എത്തുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എല്ലാം ഒന്നിച്ച് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം, അലങ്കാരങ്ങളെല്ലാം, ആഗ്രഹങ്ങളെല്ലാം, താല്പര്യങ്ങളെല്ലാം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അതാണ് മനുഷ്യൻ്റെ ഭാവി. ഞാനതിന് സഈദൻ ജുർസ. സഈദൻ ജുർസ എന്നാൽ എന്താണ്? അതായത് അതൊരു മൊട്ടയായ ഭൂതലമാക്കി മാറുന്നത്. മൊട്ടയായ ഭൂതലം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. രണ്ട് വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞു. എന്താണ്? ഒന്ന്, മൊട്ടയായ ഭൂതലം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അർത്ഥം എന്താ വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ മരണത്തോടുകൂടെ അവൻ എല്ലാം നഷ്ടപ്പെട്ടവനാകും. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഓടിപ്പോയി ഈ ഭൗതിക ജീവിതത്തിൻ്റെ ആകർഷണീയ വലയങ്ങളിൽപ്പെട്ട അവസാനം എന്ത് ചെയ്യണം? മരിക്കുകയാണ്. നമ്മൾ ആലോചിക്കും, നിങ്ങൾ ഈ ഭൗതിക ജീവിതത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾ മരണം അവർക്ക് എത്ര വേദനാജനകമായിരിക്കും. ഇഷ്ടം എത്ര അധികമുണ്ടോ അത്ര വേർപാട് പ്രയാസകരമായിത്തീരും, അല്ലേ? ഇഷ്ടം എത്രയുണ്ടോ അത്ര വേർപാട് നമുക്ക് പ്രയാസകരമായിത്തീരും. സാധാരണ ഫോൺ വിളിക്കാൻ വേണ്ടി തന്നെ മാത്രം ഉപയോഗിക്കുന്ന 500 രൂപേൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ, അതെവിടെയെങ്കിലും മറന്നിട്ട് പോയാൽ വലിയ ബേജാറ് നമുക്ക് ഉണ്ടാവില്ല. എന്നാൽ നല്ലൊരു ആൻഡ്രോയിഡ് ഫോണ് അല്ലെങ്കിൽ ഒരു ഐഫോണ് 50,000-60,000 രൂപ വിലയുള്ളൊരു ഫോണ് എവിടെയെങ്കിലും മറന്ന് അവിടെ ഉണ്ടാവും അത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നെഞ്ചിടിപ്പ് എത്രയായിരിക്കും? അവിടെ നമ്മുടെ ഇഷ്ടമുള്ളത് നമ്മൾ ഏറ്റവും വിലപിടിപ്പിൽ കാണുന്ന ഒന്നിനെ ഉപേക്ഷിക്കും, വേദന കൂടും. അപ്പോൾ ഈ ഭൗതിക ജീവിത സൗകര്യങ്ങൾ എത്രമാത്രമുള്ള ആളുകളൊക്കെ എന്തായിരിക്കും? മരണം അവർക്ക് എത്ര ഭയാനകമായിരിക്കും. അസുഖങ്ങളിൽ അവരെത്ര അസ്വസ്ഥരായിരിക്കും. എനിക്കെന്താ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവനെ പോലെ അല്ലല്ലോ. അപ്പോൾ എന്താ അറിയോ, ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് സമ്പൂർണമായൊരു ദിനം എന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്നാണ്. എല്ലാം ഒന്നിച്ചു പോകുന്നൊരവസ്ഥ എനിക്കുണ്ടാകും എന്ന് നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ചിന്തിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ഇതിനെ കാണുമ്പോൾ എന്താ അറിയോ, നമുക്കിതിനെ വേർപെട്ട് പോവാൻ വലിയ പ്രയാസമില്ലാതിരിക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ ഇഷ്ടം കൂടും തോറും നമുക്ക് വേർപെട്ട് പോകാൻ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടായിത്തീരുന്ന കാര്യം. ഭൂമി വരും. അത് വേറൊരു ആശയം പറഞ്ഞ എന്താ അറിയോ, കുല്ലുമൻ അലൈഹ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാം നശിക്കും. അപ്പോൾ ഈ നദികൾ, ഈ ഭൂമി ഒരു മൊട്ടം കുന്നായി മാറും, മൊട്ട പ്രദേശമായി മാറും. അങ്ങനെയല്ല ഉണ്ടാവുന്നത്. എല്ലാം കാൻ സൊഫ്സഫാൻ, എല്ലാം ലൈവജ, കുന്നും മലകളും ഒന്നുമില്ലാത്ത, എല്ലാം നിശ്ചലമാകുന്ന, നദികളില്ലാത്ത, മരങ്ങളില്ലാത്ത, അത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന കാര്യം. എൻ്റെ ജീവിതാവസാനമാണല്ലോ എൻ്റെ മരണം. അതോടെ എനിക്ക് എല്ലാം നഷ്ടമായില്ലേ സുഹൃത്തുക്കളെ? എല്ലാം നഷ്ടമായി തീർന്നു. ഒന്നും പിന്നെ ഇല്ല. മനസ്സിലായി? നമ്മുടെ വാഹനം, നമ്മുടെ വീട്,
നമ്മുടെ ഭാര്യ, നമ്മുടെ വീടിൻ്റെ മുന്നിലെ പൂന്തോട്ടങ്ങൾ, നമ്മുടെ കൃഷിയിടങ്ങൾ എല്ലാം മറ്റുള്ളവൻ്റെതായി. അപ്പോൾ എന്താ പറയുക, ഈ അലങ്കാരങ്ങളുടെ പിന്നാലെ പോയി അവസാനം നമുക്കൊന്നുമില്ലാതെ കൈമലർത്തേണ്ട ഒരു അവസ്ഥ വരുന്നതിനെക്കുറിച്ച് നന്നായി ആലോചിക്കണമെന്നർത്ഥം. അങ്ങനെ നാം എന്ത് ചെയ്യും? ഇതിൻ്റെ മുകളിൽ, ഭൂമിയുടെ മുകളിലുള്ള എല്ലാറ്റിനെയും നാം എന്താക്കും? സൊഈദൻ ജുർസ, ഒരു മൊട്ടയായ പ്രതലമാക്കി മാറ്റും. അതെല്ലാം നശിച്ചു പോയൊരു ഭൂമിയാക്കി മാറ്റും എന്നാണ് അള്ളാഹു ഇവിടെ താക്കീത് പറയുന്നത്. അതുകൊണ്ട് ഒരു പുനർവിചിന്തനം നമ്മൾ നടത്തുക. ഈ ജീവിത ആകർഷണീയതകൾ നമ്മുടെ അടിസ്ഥാന ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? നമ്മൾ നിഷേധത്തിലേക്ക് പോകുന്നുണ്ടോ? നമ്മുടെ അമലുകളെ അത് പെർഫെക്റ്റായിട്ട് പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കാൻ തടസ്സം നിൽക്കുന്നുണ്ടോ? ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതീവമായ വേദനയോടുകൂടെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ആത്മാർത്ഥമായ ഒരു പരിശോധന നടത്തണം. വിശുദ്ധ ഖുർആനാണ് നമുക്ക് ലക്ഷ്യബോധമുണ്ടാക്കുന്നത്, അതാണ് നമുക്ക് വെളിച്ചം നൽകുന്നത്. അതുകൊണ്ട് ഖുർആൻ ശരിയായി പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അതിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ക്ലാസ്സുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ വ്യാഴാഴ്ചകളിലും 9 മണിക്ക് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് ആവർത്തിച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിയുന്നത്ര നമ്മുടെ കുടുംബങ്ങളും മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യുക. ഒരു നിർബന്ധ ബുദ്ധി, ഒരു ക്ലാസ് പോലും മിസ്സാവാതെ കേൾക്കണമെന്നൊരു നിർബന്ധ ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അല്ലാഹു ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാണ്.